വയനാട് ദുരന്തത്തിൽ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കാൻ ഇന്ന് പ്രത്യേക ക്യാമ്പ്. താൽക്കാലിക പുനരധിവാസത്തിനായി 250 വീടുകൾ കണ്ടെത്തി. തിരിച്ചറിയാനാവാത്തവരുടെ DNA ഫലങ്ങൾ ഇന്നു മുതൽ പ്രസിദ്ധീകരിക്കും. കാണാതായവർക്കായി ചാലിയാറിൽ ഇന്നും നാളെയും തെരച്ചിൽ. സംസ്ഥാനത്ത് ആശ്വാസ കിരണം പദ്ധതി അവതാളത്തിൽ. സർക്കാർ ഫണ്ട് മുടങ്ങിയിട്ട് 2 വർഷം. കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ആശ്രിതർക്കുള്ള പദ്ധതിയിൽ വിതരണം ചെയ്യേണ്ടത് പ്രതിമാസം 600 രൂപ. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ വാഹനാപകടത്തിൽ 5 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. കാറും ട്രക്കും കൂട്ടിയിടിച്ച് മരിച്ചത് സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥികൾ. അപകടം ചെന്നൈ തിരുവള്ളൂർ ദേശീയപാതയിൽ. സെബി ചെയർപേഴ്സണെതിരെയുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള നീക്കമെന്നാരോപിച്ച് പ്രതിരോധം തീർക്കാൻ ഭരണപക്ഷം. ഓഹരി വിപണിയിൽ വൻ ചലനങ്ങൾക്ക് സാധ്യത. കൊൽക്കത്തയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ഇരമ്പുന്നു. രാജ്യവ്യാപക സമരവുമായി ഡോക്ടർമാരുടെ സംഘടനകൾ. കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും ആവശ്യം. പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. പാരീസ് ഒളിമ്പിക്സിന് തിരശീല വീണു. ഇന്ത്യൻ പതാകയേന്തി മനു ഭാക്കറും PR ശ്രീജേഷും. മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം നിലനിർത്തിയ US. അടുത്ത ഒളിമ്പിക്സ് 2028 ലോസ് ആഞ്ചലസിൽ.